Hi dear students, I am Anjana from Alliance Academy. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ എവല്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ലെസണിൽ എന്തൊക്കെയാ വരുന്നതെന്ന്. എക്സ്പ്ലോർ ദ ഒറിജിൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ തോട്ട്, എക്സാമിനിങ് കീ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ തിങ്കേഴ്സ്, ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് മോഡേൺ പൊളിറ്റിക്കൽ ലൈഫ് ആൻഡ് ഫ്രീഡം. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ നോക്കാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ ഫിലോസഫി. Political philosophy is the study of how to create a good life in society, guided by moral values and principle. എങ്ങനെ സൊസൈറ്റിയിൽ ഒരു നല്ല ലൈഫ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ മോറൽ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ ഗൈഡഡ് ആയിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഇറ്റ് സെർച്ച് ഇൻ ടു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ജസ്റ്റിസ്, ഐഡിയൽ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്. അപ്പം ഇത് എത്തിക്കുന്നത് കുറച്ച് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസിലേക്കാണ്. വാട്ട് ഈസ് ജസ്റ്റിസ്, വാട്ട് ഈസ് എ ഗുഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഹൗ ഷുഡ് പീപ്പിൾ ലിവ് ടുഗെദർ. ഇത് മൂന്നുമാണ് ക്വസ്റ്റ്യൻസ്. അടുത്തായിട്ട് നോക്കിയേ, അൺലൈക്ക് പൊളിറ്റിക്കൽ സയൻസ് വിച്ച് ഫോക്കസ് ഓൺ ഫാക്ട്സ്, പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫേഴ്സ് മോറൽ ഗൈഡൻസ്, ക്ലാരിഫൈസ് ഐഡിയാസ്, കമ്പയർസ് സിസ്റ്റംസ് ആൻഡ് സീക്സ് ബെറ്റർ വേ ടു ലീവ് ത്രൂ റീസൺസ് ആൻഡ് വാല്യൂസ്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഫാക്ടുകളെയൊക്കെ ഫോക്കസ് ചെയ്യുമ്പം പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫർ ചെയ്യുന്നത് മോറൽ ഗൈഡൻസ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് കീ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ചൊക്കെ ഈ ലെസണിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലിബറലിസം എന്ന് പറയുന്നത്. അപ്പൊ ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആധുനികത, ഫ്യൂഡലിസത്തിന് ശേഷമുള്ള കാലം, സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നിവയ്ക്കൊപ്പം വ്യക്തിഗത അവകാശങ്ങളും ഉദയം ചെയ്തുകൊണ്ടാണ് ലിബറലിസം ഉയർന്നു വരുന്നത്. അപ്പം ഓരോ വ്യക്തിയും യുക്തിസഹവും സ്വയം നിർണയത്തിന് പ്രാപ്തനുമാണെന്ന വിശ്വാസത്തിലാണ് ഇത് വേരൂന്നിയിരിക്കുന്നത് എന്നാണ് ലിബറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോർ ടെനറ്റ്സ് ഓഫ് ലിബറലിസം. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഇൻഡിവിജ്വലിസം. ദ ഇൻഡിവിജ്വൽ ഹോൾഡ്സ് പ്രസിഡൻസ് ഓവർ ദ ഗ്രൂപ്പ്. അപ്പം ഇൻഡിവിജ്വൽസിലാണ് ഗ്രൂപ്പിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇൻഡിവിജ്വലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കിയേ, ഫ്രീഡം. മാക്സിമം ഇൻഡിവിജ്വൽ ലിബർട്ടി പ്രൊവൈഡഡ് ഇറ്റ് ഡസ് നോട്ട് ഹാം അതേഴ്സ്. വേറെ ആരെയും ഹാം ചെയ്യാത്ത മാക്സിമം ആയിട്ട് കിട്ടുന്ന ലിബർട്ടിയാണ് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ ആർ ഗൈഡഡ് ബൈ റീസൺ, നോട്ട് ഓൺലി ബൈ ട്രഡീഷൻസ്. പീപ്പിൾ ഗൈഡ് ചെയ്യപ്പെടുന്നത് കുറെ റീസൺസ് കൊണ്ടാണ്, അല്ലാതെ ട്രഡീഷൻസ് മാത്രം കൊണ്ടല്ലെന്നാ പറയണേ. അടുത്തത് നോക്കിയേ, പ്ലൂറലിസം ആൻഡ് ടോളറൻസ്. എംബ്രേസിംഗ് ഡൈവേഴ്സ് ബിലീഫ്സ് വിത്തിൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഈസ് വാല്യൂഡ്. അപ്പൊ സൊസൈറ്റിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, അപ്പൊ ഡൈവേഴ്സിറ്റി വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. ഗവൺമെന്റ് ടു റിട്ടൺ ലോസ്, പ്രിവെന്റ് അബ്യൂസ് ഓഫ് പവർ. ഇവിടെ എന്താ ഉദ്ദേശിക്കണേ? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നവരെ പണിഷ് ചെയ്യുന്ന, അങ്ങനത്തെ അബ്യൂസുകളൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് കീ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. സോഷ്യലിസം. അപ്പൊ രണ്ടാമത്തതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നോക്കിക്കേ, സോഷ്യലിസം ഡെവലപ്ഡ് ആസ് എ റെസ്പോൺസ് ടു ക്യാപിറ്റലിസം challenges such as poverty and inequality. It advocates for community, cooperation and equality, prioritizing collective well-being. അപ്പൊ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊവേർട്ടിക്കും ഇനീക്വാലിറ്റിക്കും ഒക്കെ എതിരായിട്ട്, അതുപോലെ തന്നെ അഡ്വക്കേറ്റിംഗ് ഫോർ കമ്മ്യൂണിറ്റി, കോർപ്പറേഷൻ, ഈക്വാലിറ്റി, പ്രയോറിറ്റൈസിങ് കളക്റ്റീവ് വെൽബീയിങ് ഒക്കെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് കീ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. സോഷ്യലിസം. നമ്മൾ ആദ്യം ലിബറലിസം കണ്ടു, രണ്ടാമതായിട്ടുള്ള സോഷ്യലിസം. സോഷ്യലിസം ഡെവലപ്പ് ആസ് എ റെസ്പോൺസ് ടു ക്യാപിറ്റലിസം ചലഞ്ചസ്. അപ്പൊ ക്യാപിറ്റലിസം ചലഞ്ചസിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് സോഷ്യലിസം കടന്നു വരുന്നത്. സച്ച് ആസ് പൊവേർട്ടി ആൻഡ് ഇനീക്വാലിറ്റി. അപ്പം പൊവേർട്ടിക്കും ഇനീക്വാലിറ്റിയും ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. നോക്കിയേ, ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ കമ്മ്യൂണിറ്റി, കോർപ്പറേഷൻ ആൻഡ് ഈക്വാലിറ്റി, പ്രയോറിറ്റൈസിങ് കളക്റ്റീവ് വെൽബീയിങ്. അപ്പൊ കമ്മ്യൂണിറ്റിയും കോർപ്പറേഷനെയും ഈക്വാലിറ്റിയും ഒക്കെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടാണ് സോഷ്യലിസം കടന്നു വരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോർ ടെനറ്റ്സ് ഓഫ് സോഷ്യലിസം. അപ്പൊ ഇവിടെ നോക്കിക്കേ, കമ്മ്യൂണിറ്റി ഓവർ ഇൻഡിവിജ്വലിസം. അപ്പൊ നമ്മൾ ലിബറലിസത്തില് ഇൻഡിവിജ്വലിസത്തെ കുറിച്ചാണ് കണ്ടത്, അതേസമയത്ത് സോഷ്യലിസത്തിലേക്ക് വന്നപ്പോൾ അത് കമ്മ്യൂണിറ്റിയാണ്. ലിബറലിസത്തിന് മുകളിൽ കമ്മ്യൂണിറ്റിയെ
നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽസ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി, നോട്ട് ഐസൊലേറ്റഡ് ഇനീഷ്യേറ്റ്സ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോർ ടെനറ്റ്സ് ഓഫ് സോഷ്യലിസം. ഫസ്റ്റ് വൺ നോക്കിക്കേ, കമ്മ്യൂണിറ്റി ഓവർ ഇൻഡിവിജ്വലിസം. ലിബറലിസത്തില് നമ്മൾ ഇൻഡിവിജ്വലിസത്തെ കുറിച്ചാണ് കണ്ടത്. ഇവിടെ കമ്മ്യൂണിറ്റിയാണ് അതിന് മുകളിലായിട്ട് കണക്കാക്കുന്നത്. ഇൻഡിവിജ്വൽസ് ആർ ഇനി ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി, നോട്ട് ഐസൊലേറ്റഡ് എൻറ്റിറ്റീസ്. ഇവിടെ എന്താ പറയണേ, ഇൻഡിവിജ്വൽസ് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് കമ്മ്യൂണിറ്റിയുടെ എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിലും കൂടുതലായിട്ട് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, കോർപ്പറേഷൻ ഓവർ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിലും കൂടുതലായിട്ട് കോർപ്പറേഷനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, കോമൺ ഓണർഷിപ്പ്. കോമൺ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത് ഷുഡ് ബി ഷെയർഡ്, നോട്ട് പ്രൈവറ്റ്ലി ഓൺഡ്. ഇവിടെ വെൽത്തും പ്രോപ്പർട്ടിയും ഒക്കെ ഷെയർ ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അത് പ്രൈവറ്റ്ലി ഓൺ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഈക്വാലിറ്റി. ഈക്വൽ ആക്സസ് ടു ബേസിക് നീഡ് ആൻഡ് വെൽഫെയർ ഫോർ ഓൾ. അപ്പൊ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഒരു ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ആണ് ഈക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസ് ഓൺ ദ പവർ ഡൈനാമിക്സ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. ഇവിടെ എന്താ ഉദ്ദേശിക്കണേ, ഒരു പവർ ഡൈനാമിക്സ് ഇല്ലേ, ഫോക്കസ് ചെയ്യാണ് എങ്ങനെ റിച്ച് ആൻഡ് പുവർ, അങ്ങനത്തെ ഒരു അന്തരം വരാതെ ഒരു സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് സോഷ്യലിസത്തിലൂടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കമ്പാരിസൺ കാണാം ലിബറലിസവും സോഷ്യലിസവും തമ്മിലുള്ളത്. നോക്കിയാൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. അതേസമയത്ത് സോഷ്യലിസം എന്താണ്, ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ആൻഡ് കളക്റ്റീവ് വെൽബീങ്. ഇൻഡിവിജ്വൽസ് റൈറ്റിനെയൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യാണ് ലിബറലിസം. അതേസമയത്ത് സോഷ്യലിസം കമ്മ്യൂണിറ്റിയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. എംഫസൈസ് ഓൺ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇതൊരു റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ലിബറലിസം ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് സോഷ്യലിസത്തിലേക്ക് വരുമ്പം കോപ്പറേഷൻ ആൻഡ് ഈക്വാലിറ്റി ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ലിമിറ്റഡ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് ആണ് ലിബറലിസത്തിൽ വരുന്നത്. അതേസമയത്ത് സോഷ്യലിസത്തിൽ എന്താ വരുന്നത്, കോമൺ ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. കോമൺ ആയിട്ടുള്ള ഓണർഷിപ്പ് ആണ്. മറ്റൊരു പ്രൈവറ്റ് ഓണർഷിപ്പിനെയാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഐഡിയോളജീസ് ഓഫർ കോൺട്രാസ്റ്റിംഗ് വിഷൻസ് ഫോർ സൊസൈറ്റൽ ഓർഗനൈസേഷൻ ആൻഡ് ഗവേണൻസ്, ഈച്ച് അഡ്രസ്സിംഗ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഫ്ലറിഷിംഗ്. അപ്പം ലിബറലിസവും സോഷ്യലിസവും നമ്മുടെ ലിവിങ്ങിന് ആവശ്യമുള്ളതാണ് എന്നുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി മീൻസ് റൂൾ ബൈ ദ പീപ്പിൾ. ജനങ്ങളാൽ തന്നെ റൂൾ ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് സിറ്റിസൺ ടു ചൂസ് ദെയർ ലീഡേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേൺ. നമ്മൾക്ക് തന്നെ നമ്മുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാനും ഗവേണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഡയറക്ട് ഡെമോക്രസി, പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ദംസെൽവ്സ്. ഡയറക്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിൾസ് അവരുടെ ഡിസിഷൻസ് അവർ തന്നെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അടുത്ത നോക്കിയേ, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. എവരി വൺ ടേക്സ് പാർട്ട് ഇൻ പബ്ലിക് ലൈഫ്. എല്ലാവരും പബ്ലിക് ലൈഫിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി. എന്താണ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്, ഫോക്കസ് ഓൺ ഫെയർനെസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഒരു സത്യസന്ധമായിട്ടുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഡെമോക്രസിയാണ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, മെജോറിറ്റേറിയൻ റൂൾ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മെജോറിറ്റി വോട്ട്സ്. അപ്പം മെജോറിറ്റി ആയിട്ട് കിട്ടുന്ന വോട്ടാണ് ഡിസിഷൻസിലേക്കൊക്കെ റൂൾ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, പ്രൊസീഡറൽ ഡെമോക്രസി. എന്താണ് പ്രൊസീഡറൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ സിസ്റ്റംസ് ലൈക്ക് എലക്ഷൻ, ലോസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം എലക്ഷനെയും ലോസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒക്കെ ബേസ് ആയിട്ടുള്ളതിനാണ് പ്രൊസീഡറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഡെമോക്രസി സപ്പോർട്ട്സ് ഈക്വാലിറ്റി, ഫ്രീക്വന്റ് ഇലക്ഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് ഫോർ ഓൾ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് ദ ഡിസ്അഡ്വാൻറ്റേജ്. അപ്പം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മൾ തന്നെ റൂൾ ബൈ ദ പീപ്പിൾ അല്ലെ, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അതിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇലക്ഷൻസ് ഒക്കെ വരുമ്പം സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയുക, പോളിസീസ്, അതിൽ പുതിയതായ പോളിസി ഫോർ എല്ലാ ഗ്രൂപ്പുകൾക്കും പറ്റുന്ന പോളിസീസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ കൃത്യമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുക. അടുത്തതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. നമുക്ക് നോക്കാം, ഫെമിനിസം ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് വുമൺ. വുമണിനോട് അൺഈക്വൽ ആയിട്ട് കിടക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ചലഞ്ചസ് മെയിൽസ് ഡൊമിനേറ്റഡ് സിസ്റ്റം ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്. അപ്പം ഈ ഫെമിനിസം എന്നുള്ളത് വരുന്നത് മെയിൽ ഡോമിനന്റ് സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫിൽ. നമുക്ക് നോക്കാം, ഈ ഫെമിനിസത്തിന് കുറച്ച് വേവ്സ് ഉണ്ട്. ഫസ്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ വോട്ടിംഗ് റൈറ്റ്സ്.
വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത്. സെക്കൻഡ് വേവ് എന്താണ്? ഈക്വാലിറ്റി അറ്റ് ഹോം ആൻഡ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലും ഹോമിലും വീട്ടിലൊക്കെ ഒരു ഈക്വാലിറ്റി കിട്ടാനായിട്ടാണ് സെക്കൻഡ് വേവ് വന്നത്. തേർഡ് വേവ് എന്താണ്? ഡിമാൻഡ് ഈക്വൽ പേ ആൻഡ് വർക്ക് പ്ലേസ് റൈറ്റ്സ്. ജോലി സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ സാലറിയിലൊക്കെ ഈക്വാലിറ്റി ആണ് തേർഡ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വേവ് എന്താണ്? ആർഗ്യൂഡ് ഫോർ വാല്യൂയിങ് കെയർ ഗീവിംഗ് വർക്ക് ബൈ വുമൻ. അപ്പം അത് ആർഗ്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ വാല്യൂയിങ് കെയർ ഗീവിംഗ് വർക്ക് ബൈ വുമൺ ആണ്. ഫിഫ്ത് വേവ് എന്താണ്? ഹൈലൈറ്റഡ് ദ ഡിഫറെന്റ് സ്ട്രഗിൾ ഓഫ് വുമൺ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ് എക്സെട്ര. അപ്പം അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്ട്രഗിൾസ് ആണ്. വിമന്റെ കാസ്റ്റും റേസും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രഗിൾസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഫെമിനിസം വാണ്ട് ഈക്വൽ ട്രീറ്റ്മെന്റ്, റെക്കഗ്നിഷൻ ആൻഡ് ഡിഗ്നിറ്റി ഫോർ ഓൾ വിമൻ. ഇപ്പൊ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുക, ബോത്ത് ജെൻഡറിനും ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻവയോൺമെന്റലിസം. Environmentalism fight for the protection of nature. It criticize modern development that destroy the environment. Environmentalism എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതിയാണ്. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻവയോൺമെന്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവര് ഈ മോഡേൺ ആയിട്ടുള്ള പുതിയ എന്താ പറയാ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ബിലീഫ്സ് എന്താണെന്ന് നോക്കിയാലോ? ഹ്യൂമൻസ് ആർ പാർട്ട് ഓഫ് നേച്ചർ, നോട്ട് എബോവ് ഇറ്റ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് നേച്ചറിന്റെ പാർട്ടാണ്, അല്ലാതെ അതിന്റെ മുകളിലല്ല എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഷുഡ് നോട്ട് ഹാം ദ പ്ലാനറ്റ്. എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്ലാനറ്റിനെ ഹാം ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ നോക്കിയേ, ഇൻസ്പയർഡ് ബൈ ബുദ്ധിസം ആൻഡ് തെയിസം, ഇറ്റ് പ്രൊമോട്ട്സ് ഹാർമണി ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നേച്ചർ. അപ്പം എൻവയോൺമെന്റലിസം പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ഹാർമണി ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നേച്ചർ. ഒരു ജനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഹാർമണിയാണ് ഈ എൻവയോൺമെന്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Moving to the next, we can see that impact on political life and freedom. Both liberalism and socialism have profoundly influenced political life and the concept of freedom. Liberalism campaigned civil liberties and democratic governance, while socialism advocated for economic equality and social justice. ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ലിബറലിസവും സോഷ്യലിസവും രാഷ്ട്രീയ ജീവിതത്തെയും സ്വാതന്ത്ര്യ സങ്കല്പത്തെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ലിബറലിസം പൗരസ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ഭരണത്തെയും പിന്തുണച്ചു. അതേസമയം സോഷ്യലിസം സാമ്പത്തിക സമത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി വാദിച്ചു. അടുത്ത നോക്കിയേ, their ongoing dialogue and occasional clashes have shaped modern political systems, leading to various hybrid models that attempt to balance individual autonomy with collective welfare. അവരുടെ തുടർച്ചയായിട്ടുള്ള സംഭാഷണങ്ങളും ഇടയ്ക്കിടെയുള്ള ഏറ്റുമുട്ടലുകളും ആധുനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ രൂപപ്പെടുത്തി. അതുപോലെ തന്നെ എന്തുണ്ടായി? വ്യക്തിഗത സ്വയംഭരണത്തെയും കൂട്ടായ ക്ഷേമത്തെയും സന്തുലിതമാക്കാൻ ശ്രമിക്കുന്ന വിവിധ സങ്കര മാധ്യമങ്ങളിലേക്ക് നയിച്ചു. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയ കുറച്ച് കീ ടേക്ക് അവേസ് നോക്കിയാലോ? Evolution of thought. Political thought has evolved significantly, influenced by diverse thinkers and historical context. Core principles നോക്കിയേ. Political philosophy seeks to define a good life through moral principle and reasons. Ideological foundations നോക്കിയേ. Liberalism and socialism focusing on individual liberty versus collective equality. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ലെസന്റെ ഒരു ഹാഫ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണ്. സോഷ്യലിസം, ലിബറലിസം, ഡെമോക്രസി, എൻവയോൺമെന്റലിസം, ഫെമിനിസം ഒക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്.